ലാസ്റ്റ് ക്ലാസ് നമ്മൾ സ്റ്റഡി ചെയ്തത് ഡിസ്ചാർജ് ലാമ്പിനെ കുറിച്ചാണ്. ഡിസ്ചാർജ് ലാമ്പിൻ്റെ വർക്കിങ്ങും ഡിസ്ചാർജ് ലാമ്പിൻ്റെ മറ്റു പ്രത്യേകതകളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് LED ലാമ്പിനെ കുറിച്ചാണ്. LED ലാമ്പിൻ്റെ പ്രത്യേകതകൾ, LED ലാമ്പിൻ്റെ പ്രധാന ഭാഗങ്ങൾ, LED ലാമ്പിൻ്റെ ഉപയോഗം, LED ലാമ്പിൻ്റെ നിർമ്മാണം എന്ന കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്റ്റുഡൻസ് അക്കാദമിയിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും മറ്റൊരു ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളുടെ എല്ലാവരുടെ വീട്ടിലും ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ലാമ്പാണ് LED. എന്തുകൊണ്ടാണ് നമ്മൾ LED ലാമ്പ് ഉപയോഗിക്കാനുള്ള കാരണം? LED ലാമ്പുകൾക്ക് മറ്റു ലാമ്പുകളെ അപേക്ഷിച്ച് ഒരുപാട് ഗുണങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കും നമ്മൾ എന്തുപയോഗിക്കുന്നത്? LED ലാമ്പിനെ ഉപയോഗിക്കാനുള്ള കാരണം. അപ്പോൾ എന്തെല്ലാം ഗുണങ്ങളാണ് മറ്റു ലാമ്പുകളെ അപേക്ഷിച്ച് LED ലാമ്പിനുള്ളത്? അതാണ് നമ്മൾ ആദ്യമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് LED ലാമ്പ് ഓവർ അതർ ലാമ്പ്? മറ്റു ലാമ്പുകളെ അപേക്ഷിച്ച് LED ലാമ്പിനുള്ള മേന്മകൾ എന്തെല്ലാമാണ്? ആദ്യമായി നമ്മൾ ഫിലമെന്റ് ലാമ്പിന്റെ ഏറ്റവും പ്രധാന പ്രശ്നം, ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്താണെന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്? താപരൂപത്തിലുള്ള ഊർജ നഷ്ടം വളരെ കൂടുതലായിരുന്നു, അല്ലേ? നമ്മളെ വൈദ്യുതി എല്ലാം താപരൂപത്തിൽ നഷ്ടപ്പെട്ടു പോകും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ദ എനർജി ലോസ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് ഈസ് വെരി ഹൈ. ദാറ്റ് ഈസ് ദ ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഫിലമെന്റ് ലാമ്പ്. അതിന് കാരണം എന്താണ്? ആ ഫിലമെന്റ് ചൂടാകുന്നത് കൊണ്ടായിരുന്നു, അല്ലേ? ദാറ്റ് ഫിലമെന്റ് ഹീറ്റ് ആകുന്നത് കൊണ്ടായിരുന്നു. നമ്മൾ പഠിച്ചതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. ഇവിടെ എന്തില്ല? LED ലാമ്പിന് എന്തില്ല? ഫിലമെന്റ് ഇല്ലാത്തതിനാൽ താപരൂപത്തിലുള്ള ഊർജ നഷ്ടം ഉണ്ടാകുന്നില്ല. അതാണ് LED ലാമ്പിന്റെ ഒന്നാമത്തെ ഗുണം. ഫിലമെന്റ് ഇല്ലാത്തതിനാൽ താപരൂപത്തിലുള്ള ഊർജ നഷ്ടം ഉണ്ടാകുന്നില്ല. There is no filament, so there is no loss of energy in the form of heat. ഫിലമെന്റ് ഇല്ലാത്തതിനാൽ താപരൂപത്തിലുള്ള ഊർജ നഷ്ടം ഉണ്ടാകുന്നില്ല. അതാണ് LED ലാമ്പിന്റെ ഒന്നാമത്തെ മേന്മ. ഓക്കെ, ഇനി നമ്മൾ മറ്റൊരു ലാമ്പിനെ കുറിച്ച് പഠിച്ചിരുന്നു. ഏതാണ്? CFL. CFLന്റെ പരിമിതി എന്തായിരുന്നു? അതിൻ്റെ ഉള്ളിൽ മെർക്കുറി ഉള്ളതിനാൽ അന്തരീക്ഷത്തിന് ഹാനികരമായിരുന്നു, അല്ലേ? വിച്ച് കണ്ടെയ്ൻസ് മെർക്കുറി, സോ വിച്ച് ഈസ് ഹാംഫുൾ ടു അറ്റ്മോസ്ഫിയർ. അതാണ് ആരെ പ്രശ്നം നമ്മൾ പറഞ്ഞിരുന്നത്? CFLന്റെ പ്രശ്നം പറഞ്ഞിരുന്നത്. ഇവിടെ LED നമ്മൾ എത്തുന്ന സമയത്ത് LED ഉള്ളിൽ എന്തില്ല? മെർക്കുറി ഇല്ലാത്തതിനാൽ അന്തരീക്ഷത്തിന് ഹാനികരമല്ല. There is no mercury, so which is not harmful to environment. That is the second advantages of LED. ഇനി മൂന്നാമത്തത് എന്താണ്? വളരെ കുറഞ്ഞ പവറിൽ പ്രവർത്തിക്കുന്നു, അഥവാ ലെസ് പവർ. നാലാമത്തെ എന്താ? ആയുസ് വളരെ കൂടുതലാണ്, ഹൈ ലോഞ്ചിവിറ്റി. നെക്സ്റ്റ്, പല നിറത്തിലുള്ള പ്രകാശം തരുന്നു, അല്ലേ? വിച്ച് ഗിവ്സ് ഡിഫറെന്റ് കളേഴ്സ് ഓഫ് ലൈറ്റ്, അല്ലേ? നമ്മൾ കല്യാണ വീടുകളിലൊക്കെ ഒരുപാട് LED നിങ്ങൾ കണ്ടിട്ടുണ്ട്, പല നിറത്തിൽ പ്രകാശിക്കുന്ന LED. അപ്പം അങ്ങനെ പല നിറത്തിലുള്ള പ്രകാശം നൽകാനുള്ള കഴിവായിരിക്കുന്നുണ്ട് LED ലാമ്പിനുണ്ട്. ഓക്കെ അല്ലേ? ദാറ്റ് ഈസ് അനദർ അഡ്വാൻറ്റേജ്. ദെൻ പിന്നെ നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജ് പറഞ്ഞു. നിഴല് കുറവാണ്, ലെസ് ഷാഡോ പറയാം, അല്ലേ? പിന്നെ വളരെ കുറഞ്ഞ വൈദ്യുത വിനിയോഗം, വൈദ്യുതി വളരെ കുറച്ചാണ് ഉപയോഗിക്കുന്നത്, ലെസ് എനർജി കൺസപ്ഷൻ. ഇതൊക്കെ എന്തിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്? LED ലാമ്പിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. സോ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് LED ലാമ്പ് ഓവർ അതർ ലാമ്പ്സ്? There is no filament, so no loss of energy in the form of heat, no mercury, so not harmful to environment, less power, less shadow, high longevity, high brightness. ഇതൊക്കെ എന്തിൻ്റെ? will give different colors of light. ഇതൊക്കെ എന്തിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്? LED അഡ്വാൻറ്റേജസ് ആണ്. ഓക്കെ, സോ എന്തൊക്കെ പറയാം? ഫിലമെന്റ് ഇല്ലാത്തതിനാൽ താപരൂപത്തിലുള്ള ഊർജ നഷ്ടം ഉണ്ടാകുന്നില്ല, മെർക്കുറി ഇല്ലാത്തതിനാൽ അന്തരീക്ഷത്തിന് ഹാനികരമല്ല, കുറഞ്ഞ പവറിൽ പ്രവർത്തിക്കുന്നു, കൂടുതൽ പ്രകാശം തരുന്നു, ആയുസ് കൂടുതലാണ്, നിഴൽ കുറവാണ്, പല നിറത്തിലുള്ള പ്രകാശം നൽകുന്നു. ഇതൊക്കെ എന്തിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്? എന്തിൻ്റെ ഗുണങ്ങളാണ്? LED ലാമ്പിൻ്റെ ഗുണങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ LED ലാമ്പിനെ ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുവാനുള്ള കാരണം. ഇത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. ഇനി LED, വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് LED?
അത് എക്സാമിന് ചോദിക്കാറുണ്ട്. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. എന്താണ് ഫുള്ള്? ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ദാറ്റ് ഈസ് ദ ഫുൾ ഫോം ഓഫ് LED. അതും എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി നെക്സ്റ്റ് നമുക്ക് സ്റ്റഡി ചെയ്യാനുള്ളത് വാട്ട് ആർ ദ മെയിൻ പാർട്സ് ആൻഡ് ദെയർ യൂസസ് ഓഫ് LED ലാമ്പ്. LED ലാമ്പിന്റെ പ്രധാന ഭാഗങ്ങളും അവയുടെ ഉപയോഗങ്ങളുമാണ്. ഓക്കെ, LED ലാമ്പിന്റെ ഒന്നാമത്തെ ഭാഗമാണ് ബേസ് യൂണിറ്റ്. ഏതാണ്? ബേസ് യൂണിറ്റ്. ഈ സിൽവർ കളറിൽ നമ്മൾ കാണുന്ന ഈ ഒരു ഭാഗത്തെ വിളിക്കുന്ന പേരാണ് ബേസ് യൂണിറ്റ്. എന്തായിരിക്കും ഈ ബേസ് യൂണിറ്റിന്റെ ഉപയോഗം? നമ്മൾ എന്തിനാ സാധാരണ ഈ ബേസ് യൂണിറ്റ് എന്ന് പറഞ്ഞ ഭാഗം ഉപയോഗിക്കുന്നത്? ഇതിനെയാണ് നമ്മൾ എന്തുമായിട്ട് കണക്ട് ചെയ്യുക? ഹോൾഡറുമായി ബന്ധിപ്പിക്കുക അല്ലേ? അപ്പോൾ നമ്മൾ ഹോൾഡറുമായി ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് ബേസ് യൂണിറ്റ്. അപ്പോൾ ബേസ് യൂണിറ്റിന്റെ ഉപയോഗം എന്താണ്? ഹോൾഡറുമായി ബന്ധിപ്പിക്കുന്ന ഭാഗം. ദ പാർട്ട് വിച്ച് കണക്ട്സ് ടു ഹോൾഡർ. ഓക്കെ അല്ലേ? ഹോൾഡറുമായി ബന്ധിപ്പിക്കുന്ന ഭാഗമായ ഇതാണ് ബേസ് യൂണിറ്റ്. അതാണ് ഒന്നാമത്തെ ഭാഗം. ഇനി രണ്ടാമത്തെ ഭാഗമാണ് ഹീറ്റ് സിങ്ക്. ഈ വൈറ്റ് കളറുള്ള ഈ ഭാഗമല്ലേ, ഈ ഒരു ഭാഗം, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹീറ്റ് സിങ്ക്. ഹീറ്റ് സിങ്ക്. എന്താണ് ഈ ഹീറ്റ് സിങ്കിന്റെ ഉപയോഗം? ബേസ് യൂണിറ്റ് ഒരു കണ്ടക്ടറാണ് അല്ലെ, ഒരു ചാലകമാണ്. അപ്പൊ ഇതിലോട്ട് വൈദ്യുതി എത്തുന്ന സമയത്ത് ഈ ബേസ് യൂണിറ്റ് എന്താവും? ഹീറ്റ് ആകും, ചൂടാകും അല്ലേ? അപ്പോൾ ഈ ഉണ്ടാകുന്ന ഹീറ്റിന് എന്ത് ചെയ്യണം? അബ്സോർബ് ചെയ്യണം, അഥവാ ആഗിരണം ചെയ്ത് ഒഴിവാക്കണം അല്ലേ? അതാണ് ആരെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഹീറ്റ് സിങ്കിന്റെ പ്രവർത്തനം. അപ്പൊ എന്തായിരിക്കും? ബേസ് യൂണിറ്റിൽ രൂപപ്പെടുന്ന താപത്തെ ആഗിരണം ചെയ്യുന്ന ഭാഗം, അതാണ് ആര്? ഹീറ്റ് സിങ്ക്. ബേസ് യൂണിറ്റിനിടയിൽ രൂപപ്പെടുന്ന താപത്തെ ആഗിരണം ചെയ്യുന്ന ഭാഗമാണ് ആര്? ഹീറ്റ് സിങ്ക്. ഹീറ്റ് സിങ്ക് അബ്സോർബ്സ് ഹീറ്റ് ഫ്രം ബേസ് യൂണിറ്റ്. ബേസ് യൂണിറ്റിൽ ഉണ്ടാകുന്ന താപത്തെ ആഗിരണം ചെയ്യുന്ന ഭാഗമാണ് ഹീറ്റ് സിങ്ക്. ഇതാണ് രണ്ടാമത്തെ പാർട്ട്. ഒന്നാമത്തെ പാർട്ട് എന്തായിരുന്നു? ബേസ് യൂണിറ്റ്. രണ്ടാമത്തെ പാർട്ട് ഏതാണ്? ഹീറ്റ് സിങ്ക്. ഇനി മൂന്നാമത്തെ പാർട്ടാണ് ബേസ് പ്ലേറ്റ്. ഈ ഭാഗത്തെ വിളിക്കുന്ന പേരാണ് ബേസ് പ്ലേറ്റ്. ഇത് ഇവിടെ എങ്ങനെ ഉണ്ടാവുക? നമ്മളെ LED ഇവിടെ എങ്ങനെയാണ് ഈ ബേസ് പ്ലേറ്റ് ഉണ്ടാവുക? ദിസ് ഈസ് ദ തേർഡ് പാർട്ട്, ദാറ്റ് ഈസ് കോൾഡ് എ ബേസ് പ്ലേറ്റ്. എന്താണ് ഈ ബേസ് പ്ലേറ്റിന്റെ ഉപയോഗം? ഈ ബേസ് പ്ലേറ്റിലെയാണ് ഈ LED ആയിട്ടുള്ള പ്രിന്റഡ് സർക്യൂട്ട് ബോർഡിനെ എന്ത് ചെയ്യുക? ബന്ധിപ്പിക്കുക. ഇതാണ്ട ഒരുപാട് LEDs. ഇതിനെ വിളിക്കുന്ന പേരാണ് പ്രിന്റഡ് സർക്യൂട്ട്. നമ്മൾ അടുത്ത് പറയും. ഈ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡിനെ ബന്ധിപ്പിക്കുന്ന പ്ലേറ്റിനെ വിളിക്കുന്ന പേരാണെന്ത്? ബേസ് പ്ലേറ്റ്. പ്രിന്റഡ് സർക്യൂട്ട് ബോർഡിനെ ബന്ധിപ്പിക്കുന്ന പ്ലേറ്റിനെ വിളിക്കുന്ന പേരാണ് ബേസ് പ്ലേറ്റ്. ബേസ് പ്ലേറ്റ് ഈസ് ദ പ്ലേറ്റ് വേർ ദ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് ഈസ് കണക്റ്റഡ്. പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് കണക്ട് ചെയ്തിട്ടുള്ള, ഫിക്സ് ചെയ്തിട്ടുള്ള ഈ പ്ലേറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ബേസ് പ്ലേറ്റ്. ദാറ്റ് ഈസ് ദ തേർഡ് വൺ, ബേസ് പ്ലേറ്റ്. ഓക്കെ, ദെൻ ഫോർത്ത് വൺ ഈസ് ബാക്ക് കണ്ടക്ടർ സ്ക്രൂസ്. ഇതിന്റെ ബാക്കിലുള്ള സ്ക്രൂകളെ വിളിക്കുന്ന പേരാണ്, നമ്മൾ ഈ ബേസ് പ്ലേറ്റിന്റെ ഇവിടെ 4 സ്ക്രൂകൾ ഉണ്ടാവും, ആ സ്ക്രൂവിനെ വിളിക്കുന്ന പേരാണെന്ത്? ബാക്ക് കണ്ടക്ടർ സ്ക്രൂസ്. എന്തായിരിക്കും ഈ ബാക്ക് കണ്ടക്ടർ സ്ക്രൂസിന്റെ പ്രത്യേകത? നമ്മൾ ഇതിലെ മെയിൻ പാർട്ടാണ് ഈ പവർ സപ്ലൈ ബോർഡ് എന്ന് പറഞ്ഞാൽ. ഈ പവർ സപ്ലൈ ബോർഡിലേക്ക് കറണ്ട് എത്തിയാലാണ് നമ്മളെ എന്ത് വർക്ക് ചെയ്യുള്ളൂ? LED വർക്ക് ചെയ്യുള്ളൂ. ആക്ച്വലി നമ്മളെ കറണ്ട് എവിടെ എത്തുന്നത്? വൈദ്യുതി നമ്മളെ ബേസ് യൂണിറ്റിലാണ്. കാരണം ഇതാണ് എന്തുമായിട്ട് കണക്ട് ചെയ്യുന്നത്? ഹോൾഡറുമായിട്ട് കണക്ട് ചെയ്യുന്നത്. ഹോൾഡറുമായി കണക്ട് ചെയ്യുന്ന സമയം നമ്മൾ ബേസ് യൂണിറ്റിലേക്ക് എന്തെത്തും? കറണ്ട് എത്തും. ഈ എത്തുന്ന കറണ്ടിനെ നമുക്ക് എവിടേക്ക് എത്തിക്കണം? പവർ സപ്ലൈ ബോർഡിലേക്ക് എത്തിക്കണം അല്ലേ? അപ്പൊ ഈ പവർ സപ്ലൈ ബോർഡിനെ ആരുമായിട്ട് ബന്ധിപ്പിക്കണം? ബേസ് യൂണിറ്റുമായി ബന്ധിപ്പിക്കണം. അങ്ങനെ പവർ സപ്ലൈ ബോർഡിനെ ബേസ് യൂണിറ്റുമായി ബന്ധിപ്പിക്കുന്ന സ്ക്രൂകളെ വിളിക്കുന്ന പേരാണ് ബാക്ക് കണ്ടക്ടർ സ്ക്രൂ. ഈ ബേസ് യൂണിറ്റിന്റെ ഉള്ളിലുണ്ടാവുക, നമുക്ക് കാണാൻ പറ്റൂല. അപ്പൊ അതാണ് നാലാമത്തെ ഭാഗം. ഏതാണ്? ബാക്ക് കണ്ടക്ടർ സ്ക്രൂകൾ. എന്താണ് അതിന്റെ ഉപയോഗം? പവർ സപ്ലൈ ബോർഡിനെ ബേസ് യൂണിറ്റുമായി ബന്ധിപ്പിക്കുന്ന സ്ക്രൂകൾ. ഓക്കെ, പവർ സപ്ലൈ ബോർഡിനെ ബേസ് യൂണിറ്റുമായി ബന്ധിപ്പിക്കുന്ന സ്ക്രൂകളെ വിളിക്കുന്ന പേരാണ് ബാക്ക് കണ്ടക്ടർ സ്ക്രൂസ്. ബാക്ക് കണ്ടക്ടർ സ്ക്രൂസ് കണക്ട്സ് ദ പവർ സപ്ലൈ ബോർഡ് ടു ബേസ് യൂണിറ്റ്സ്. ഓക്കെ, പവർ സപ്ലൈ ബോർഡിനെ ബേസ് യൂണിറ്റുമായി ബന്ധിപ്പിക്കുന്ന സ്ക്രൂകളെ വിളിക്കുന്ന പേരാണ് ബാക്ക് കണ്ടക്ടർ സ്ക്രൂസ്. ദാറ്റ് ഈസ് ദ തേർഡ് പാർട്ട്, ഫോർത്ത് പാർട്ട്. ഇനി ഫിഫ്ത്ത് പാർട്ട്, ദിസ് ഈസ് കോൾഡ് പവർ സപ്ലൈ ബോർഡ്. എന്താ വിളിക്കുക? പവർ സപ്ലൈ ബോർഡ്. അഥവാ നമ്മൾ LED ആവശ്യമായ പവർ കൊടുക്കുന്ന ബോർഡാണ് ഇത്, പവർ സപ്ലൈ ബോർഡ്. ഇവിടെ 2 ഉപയോഗമാണ് നമ്മൾ പവർ സപ്ലൈ ബോർഡിന് പറയാം. നമ്മളെ വീട്ടിലെ കറണ്ട് ഏതാണ്? AC കറണ്ടാണ്, അഥവാ അൾട്ടർനേറ്റിംഗ് കറണ്ടാണ്. നമ്മൾ പഠിക്കും, 3ാമത്തെ ചാപ്റ്ററിൽ പഠിക്കും. നമ്മളെ വീട്ടിലെ കറണ്ട് ഏതാണ്?
AC കറണ്ടാണ്. പക്ഷേ നമ്മൾ LED വർക്ക് ചെയ്യണമെങ്കിൽ LED എന്ത് കറണ്ടാണ് എത്തേണ്ടത്? DC കറണ്ടാണ് എത്തേണ്ടത്. DC ഡയറക്റ്റ് കറണ്ട്. നമ്മളെ വീട്ടിലെ കറണ്ട് AC കറണ്ടാണ്. പക്ഷെ LED വർക്ക് ചെയ്യണമെങ്കിൽ അതിലേക്ക് എന്ത് കറണ്ടാണ് എത്തേണ്ടത്? DC കറണ്ടാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? വീട്ടിലെ AC കറണ്ടിനെ എന്താക്കി കൺവേർട്ട് ചെയ്യണം? DC ആക്കി കൺവേർട്ട് ചെയ്തിട്ട് ആർക്ക് കൊടുക്കണം? നമ്മളെ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡിന് കൊടുക്കണം. അത് ചെയ്യുന്നത് ആരാണ്? പവർ സപ്ലൈ ബോർഡാണ്. അപ്പോൾ എന്താണ് പവർ സപ്ലൈ ബോർഡിന്റെ പ്രത്യേകത? AC വൈദ്യുതിയെ DC ആക്കി മാറ്റി LED ആവശ്യമായ പവർ നൽകുന്നു. ഓക്കെ, AC വൈദ്യുതിയെ DC ആക്കി മാറ്റി LED ആവശ്യമായ പവർ നൽകുന്നു. അപ്പൊ എന്താണ് വാട്ട് ഈസ് ദ യൂസ് ഓഫ് പവർ സപ്ലൈ ബോർഡ്? പവർ സപ്ലൈ ബോർഡ് കൺവേർട്സ് AC ടു DC ആൻഡ് സപ്ലൈ നെസസറി പവർ. അപ്പൊ ഇതിലെ മദർ ബോർഡ് എന്നറിയപ്പെടുന്ന ആരാണ്? പവർ സപ്ലൈ ബോർഡാണ്. കാരണം ഈ പവർ സപ്ലൈ ബോർഡാണ് അതിന്റെ മെയിൻ പാർട്ട്. കാരണം ഈ AC കറണ്ടിനെ DC ആക്കി മാറ്റുന്ന മെയിൻ ആളാരാണ്? പവർ സപ്ലൈ ബോർഡാണ്. ഓക്കെ, അപ്പൊ ഇതാണ് പവർ സപ്ലൈ ബോർഡിന്റെ യൂസ്. എന്താണ് പവർ സപ്ലൈ ബോർഡ് എന്താ ചെയ്യുന്നത്? AC വൈദ്യുതിയെ DC ആക്കി മാറ്റി ആവശ്യമായ പവർ നൽകുന്നു. 6th പാർട്ടാണ് പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ്. ഇതാണ് പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ്. അപ്പൊ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം. ഈ ഓരോ മഞ്ഞ കളറിലും കാണുന്ന സാധനം എന്താണ്? LED-കളാണ്. ടോട്ടൽ ഇവിടെ എത്ര LED ഉണ്ട്? 16 LEDs ഉണ്ട്. 16 LEDs ഉണ്ട്. ഈ LED-കളെ ബന്ധിപ്പിച്ചിട്ടുള്ള ബോർഡിനെ വിളിക്കുന്ന പേരാണെന്ത്? പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ്. പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് ഈസ് ദ LEDs ആർ കണക്റ്റഡ്. അല്ലേ? പ്രിന്റഡ് സർക്യൂട്ട് ബോർഡിലാണ് എന്ത് കണക്ട് ചെയ്തിട്ടുള്ളത്? LEDs-നെ കണക്ട് ചെയ്തിട്ടുള്ളത്. അല്ലേ? ദ ബോർഡ് വേർ ദ LEDs ആർ കണക്റ്റഡ്. LEDs-നെ കണക്ട് ചെയ്തിട്ടുള്ള ബോർഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ്. ഓക്കെ, അപ്പൊ ഇതാണ് പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഡിഫ്യൂസർ കപ്പ്. ഇതാണ് എന്ത്? ഡിഫ്യൂസർ കപ്പ്. നമ്മൾ LED-യെ മൂടി വെക്കുന്ന ഭാഗം. അല്ലേ? ഇതിലൂടെയാണ് എന്ത് പുറത്തു വരിക? പ്രകാശം പുറത്തു വരിക. അല്ലേ? ഇതിന്റെ ഉള്ളിലൂടെ അല്ലേ പ്രകാശം പുറത്തു വരിക? അപ്പൊ പ്രകാശം പുറത്തു വരുന്ന ഈ ഭാഗത്തെ വിളിക്കുന്ന പേരാണ് ഡിഫ്യൂസർ കപ്പ്. ദ പാർട്ട് വേർ ദ ലൈറ്റ് എമർജസ്. അല്ലേ? ലൈറ്റ് എമർജ് ചെയ്യുന്ന, പ്രകാശം പുറത്തു വരുന്ന ഈ ഭാഗത്തെ വിളിക്കുന്ന പേരാണ് ഡിഫ്യൂസർ കപ്പ്. ഇതാണ് LED-ന്റെ മെയിൻ പാർട്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്, എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ അല്ലേ? അടുത്തതായിട്ട് നമുക്ക് പഠിക്കേണ്ടത് LED എങ്ങനെ നിർമ്മിക്കാം എന്ന കാര്യമാണ്. ഹൗ ക്യാൻ എ LED മേക്സ്? ഒരു LED നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും? അതാണ് നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ഓക്കെ അല്ലേ? LED നിർമ്മിക്കുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, LED മേക്ക് ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇത് ഓരോന്നും എന്തായിട്ടാണ് തരിക? സെപ്പറേറ്റ് ആയിട്ടാണ് നമുക്ക് തരിക. ഇതിങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മളെ കയ്യിലുണ്ടാവുക. ഇതെല്ലാം കൂടി ജോയിൻ ചെയ്യിക്കുക. അതാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. അല്ലാതെ ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കാം എന്നൊന്നും പഠിക്കുന്നില്ല. ഇങ്ങനെ ഡിഫറൻറ്റ് പാർട്സ് ആയിട്ട് നമുക്ക് കിട്ടിയാൽ ഇതെല്ലാം കൂടി ജോയിൻ ചെയ്യിച്ച് എങ്ങനെ LED നിർമ്മിക്കാം, അതാണ് നമ്മൾ ഈ ഭാഗത്ത് പഠിക്കുന്നത്. അപ്പോൾ ഇതും ഇവിടുന്ന് പോന്നിട്ടായിരിക്കും കേട്ടോ. ശരി, ആക്ച്വലി ഇത് നമുക്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇത് ഓൾറെഡി നമുക്ക് ഇത് വേറെ ആയിട്ട്, ഈ ബേസ് യൂണിറ്റ് വേറെ ഒന്നായിട്ടാണ് നമ്മളെ കയ്യിലുണ്ടാവുക. അപ്പോൾ ബേസ് യൂണിറ്റ് ഉണ്ടാവും, ഹീറ്റ് സിങ്ക് ഉണ്ടാവും, അതുപോലെ ഇത് വേറെ ആയിട്ടാണ് ഉണ്ടാവുക. ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. ഇത് വേറെ ആയിട്ടാണ് നമുക്ക് കിട്ടുക. അഥവാ നമ്മൾ പ്രിന്റഡ് സർക്യൂട്ട് വേറെ ആയിരിക്കും, ബേസ് പ്ലേറ്റ് വേറെ ആയിരിക്കും, പവർ സപ്ലൈ ബോർഡ് വേറെ ആയിരിക്കും, അതുപോലെ ഡിഫ്യൂസർ കപ്പും വേറെ ആയിരിക്കും. ഇങ്ങനെ ഓരോ പാർട്സ് ആയിട്ടാണ് നമ്മളെ കയ്യിലുണ്ടാവുക. ഇതെല്ലാം കൂടി നമുക്ക് എങ്ങനെ യോജിപ്പിച്ചൊരു LED ആക്കി മാറ്റാം, ഇതെല്ലാം കൂടി ഒന്നാകെ ഫിക്സ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഒരു LED ആക്കി കൺവേർട്ട് ചെയ്യാം എന്നതാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്? സ്റ്റഡി ചെയ്യുന്നത്. ഓക്കെ അല്ലേ? സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ബേസ് യൂണിറ്റിനെ ഹീറ്റ് സിങ്കിൽ പഞ്ച് ചെയ്ത് ഉറപ്പിക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ബേസ് യൂണിറ്റിനെ, ഇത് ഓൾറെഡി ഇവിടെ പഞ്ചഡ് ആവില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇതിപ്പോൾ നമ്മൾ പഞ്ച് ചെയ്ത് വെച്ചത് നമുക്ക് എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. ആക്ച്വലി ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. എന്ത്? ബേസ് യൂണിറ്റിനെ ഹീറ്റ് സിങ്കിൽ പഞ്ച് ചെയ്ത് ഉറപ്പിക്കുക. അതാണ്ടാ പഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ പഞ്ച് ചെയ്യുന്ന പഞ്ചിങ് മെഷീൻ ഇട വെച്ചിട്ട് ഇതിനെന്ത് ചെയ്യുക? പഞ്ച് ചെയ്തിട്ട് ബേസ് യൂണിറ്റിനെ ഹീറ്റ് സിങ്കിൽ ഉറപ്പിക്കുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഫിക്സ് ദ ബേസ് യൂണിറ്റ് ഓൺ ഹീറ്റ് സിങ്ക് ബൈ പഞ്ചിങ്. ബേസ് യൂണിറ്റിനെ ഹീറ്റ് സിങ്കിൽ പഞ്ച് ചെയ്തുറപ്പിക്കുക. ഇതാണ് ഒന്നാമത്തെ പാർട്ട്. ഓക്കെ അല്ലേ? രണ്ടാമത്തെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മളെ മെയിൻ പാർട്ട് ഏതാണെന്ന് പറഞ്ഞു? പവർ സപ്ലൈ ബോർഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു. മെയിൻ പാർട്ട് ഏതാണെന്ന് പറഞ്ഞു? പവർ സപ്ലൈ ബോർഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു. സോ ഈ പവർ സപ്ലൈ ബോർഡിലോട്ട് പൊടികളോ അല്ലെങ്കിൽ മോയ്സ്ചർ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല?
കയറാൻ പാടില്ല. അങ്ങനെ കയറുമ്പോൾ അത് എന്ത് ചെയ്യില്ല, പിന്നെ മര്യാദക്ക് പ്രവർത്തിക്കൂല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് ഡസ്റ്റ് പാർട്ടിക്കിൾസ്, പൊടികളും അതുപോലെ മറ്റ് മോയ്സ്ചർ കണ്ടന്റ് ഒന്നും ഇതിലോട്ട് എന്ത് ചെയ്യാൻ പാടില്ല, കയറാൻ പാടില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? ഇതിന് മുകളിൽ എന്ത് ചുറ്റി വെക്കുക? ഒരു ഇൻസുലേഷൻ ചുറ്റി വെക്കുക. എന്ത് ചുറ്റി വെക്കുക? ഒരു ഇൻസുലേഷൻ ടാപ്പ് ചുറ്റി വെക്കുക. ഇപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? പവർ സപ്ലൈ ബോർഡിലേക്ക് പൊടിപടലങ്ങളൊന്നും കയറാതിരിക്കാൻ ഇൻസുലേഷൻ ചുറ്റുക. ഓക്കെ, കവർ the power supply board by using insulation tap to avoid the entering of dust particles and moisture content. ഉള്ളിലേക്ക് ഡസ്റ്റ് പാർട്ടിക്കിളും അഥവാ പൊടിപടലങ്ങളും മറ്റു വസ്തുക്കളും കയറാതിരിക്കാൻ വേണ്ടി ഇതിന് മുകളിൽ എന്ത് ചെയ്യുക? ഇൻസുലേഷൻ ചുറ്റി വെക്കുക. ഇതാണ് രണ്ടാമത്തെ ഭാഗം, രണ്ടാമത്തെ സ്റ്റെപ്പ്. ഓക്കെ അല്ലേ? ഇപ്പം നമ്മൾ 2 സ്റ്റെപ്പ് പറഞ്ഞു. മൂന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ പറയുന്നതിന് മുന്നേ ഇതിന് ഇവിടെ 2 വയറുകളുണ്ടാവും, ഇവിടെ 2 വയറുകളുണ്ടാവും. അത് നമ്മളെ കയ്യിൽ നിന്ന് പോയതാണ്. ഇതിന് ഇവിടേക്ക് 2 വയറുണ്ടാവും, ഈ സൈഡിലും അതുപോലെ എന്തുണ്ടാവും? 2 വയറുണ്ടാവും. 2 ഭാഗം ഉണ്ടാവും പവർ സപ്ലൈ ബോർഡിന്. ഇൻപുട്ടും ഉണ്ടായിരിക്കും, ഔട്ട്പുട്ടും ഉണ്ടായിരിക്കും. എന്താണ് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ? ഇതിലേക്ക് വൈദ്യുതി വരുന്ന ഭാഗത്തെയാണ് എന്ത് വിളിക്കുക? ഇൻപുട്ട് എന്ന് വിളിക്കുക. ഇതിൽ നിന്നും വൈദ്യുതി പുറത്തു പോകുന്ന ഭാഗത്തെയാണ് എന്ത് വിളിക്കുക? ഔട്ട്പുട്ട് എന്ന് വിളിക്കുക. ഇതിലേക്ക് വൈദ്യുതി വരുന്ന ഭാഗത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇൻപുട്ട് എന്ന് വിളിക്കുക. ഇതിൽ നിന്നും കറണ്ട് പുറത്തു പോകുന്ന ഭാഗത്തെ നമ്മൾ എന്ത് വിളിക്കുക? ഔട്ട്പുട്ട് എന്ന് വിളിക്കുക. ഓക്കെ അല്ലേ? സോ അതിന്റെ ഇൻപുട്ട് ഞാൻ എവിടേക്കായിരിക്കും കണക്ട് ചെയ്യേണ്ടത്? ഇതിലോട്ട് വൈദ്യുതി വരുന്ന ഭാഗത്തെ നമ്മൾ എന്ത് വിളിച്ചത്? ഇൻപുട്ട് എന്ന് വിളിച്ചത്. ഇതിലേക്ക് എവിടെ നിന്നാണ് കറണ്ട് വരുന്നത്? ബേസ് യൂണിറ്റിൽ നിന്നാണ്. അപ്പൊ ഇതിന്റെ ഇൻപുട്ടിനെ എവിടേക്ക് കണക്ട് ചെയ്യണം? ബേസ് യൂണിറ്റിലേക്ക് കണക്ട് ചെയ്യണം. അതിൻ്റെ ഇവിടെ വയർ ഉണ്ടാവും. ആ വയർ ഇവിടുന്ന് കട്ടായി പോയതാണ്. ആക്ച്വലി ഇവിടെ 2 വയർ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മളെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്തായിരിക്കും? പവർ സപ്ലൈ ബോർഡിന്റെ ഇൻപുട്ടിനെ നമ്മൾ എന്തുപയോഗിച്ചുകൊണ്ടാണ് ബേസ് യൂണിറ്റിൽ കണക്ട് ചെയ്യുക? ബാക്ക് കണ്ടക്ടർ സ്ക്രൂകൾ നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞു അല്ലേ? അപ്പൊ എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? പവർ സപ്ലൈ ബോർഡിന്റെ ഇൻപുട്ടിനെ ബാക്ക് കണ്ടക്ടർ സ്ക്രൂകൾ ഉപയോഗിച്ച് ബേസ് യൂണിറ്റിൽ ബന്ധിപ്പിക്കുക. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? പവർ സപ്ലൈ ബോർഡിന്റെ ഇൻപുട്ടിനെ ബാക്ക് കണ്ടക്ടർ സ്ക്രൂകൾ ഉപയോഗിച്ച് ബേസ് യൂണിറ്റിൽ ബന്ധിപ്പിക്കുക. കണക്ട് the power supply board to base unit by using back conductor screws. ബാക്ക് കണ്ടക്ടർ സ്ക്രൂകൾ ഉപയോഗിച്ച് പവർ സപ്ലൈ ബോർഡിനെ ബേസ് യൂണിറ്റുമായി ബന്ധിപ്പിക്കുക. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. അപ്പൊ എന്ത് സംഭവിക്കും? ഇപ്പൊ ബേസ് യൂണിറ്റിൽ നിന്നും നമ്മളെ പവർ സപ്ലൈ ബോർഡിലേക്ക് എന്തെത്തും? കറണ്ട് എത്തും. എന്ത് കറണ്ട് എത്തുക? AC കറണ്ട്. കാരണം വീട്ടിലെ കറണ്ട് ഏതാണ്? AC ആണ്. അതിന് ഇയാൾ എന്താക്കി മാറ്റും? DC ആക്കി മാറ്റും അല്ലേ? അപ്പൊ നമ്മൾ ഔട്ട്പുട്ടിൽ എന്ത് കറണ്ട് കിട്ടും? DC കറണ്ട് കിട്ടും. ഇനി ഇതിലെ കറണ്ട് എവിടേക്കാണ് എത്തേണ്ടത്? പവർ സപ്ലൈ ബോർഡിൽ നിന്നും കറണ്ട് എങ്ങോട്ടാണ് എത്തേണ്ടത്? നമുക്ക് എന്താണ് എന്താ ഇതിന്റെ ആക്ച്വൽ യൂസ്? എന്താ? ഈ LED കത്തണം. LED ഗ്ലോ ചെയ്യലാണ് ഇതിന്റെ മെയിൻ വർക്കിംഗ് അല്ലേ? നമ്മൾ എന്തിനാ LED ലാമ്പ് ഉപയോഗിക്കുന്നത്? LED പ്രകാശിക്കാനല്ലേ? LED ഗ്ലോ ചെയ്യാനല്ലേ? അപ്പൊ ഈ LED-യിലേക്ക് ഇനി എന്തെത്തണം? കറണ്ട് എത്തണം. എവിടെ നിന്ന്? പവർ സപ്ലൈ ബോർഡിന്റെ ഔട്ട്പുട്ടിൽ നിന്നും. അഥവാ പവർ സപ്ലൈ ബോർഡിലെ ഔട്ട്പുട്ടിൽ 2 വയറുകൾ ഉണ്ടായിരിക്കും. ചുവപ്പ് വയറും ഉണ്ടായിരിക്കും, അതുപോലെ ഒരു ബ്ലാക്ക് വയറും ഉണ്ടായിരിക്കും. 2 വയറുകൾ ഉണ്ടായിരിക്കും. ചുവന്ന വയറും ഉണ്ടായിരിക്കും, കറുപ്പ് വയറും ഉണ്ടായിരിക്കും. അഥവാ റെഡ് വയറും ഉണ്ടായിരിക്കും, ബ്ലാക്ക് വയറും ഉണ്ടായിരിക്കും. അതിലെ റെഡ് വയറിന് ഈ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡിൽ 2 പാർട്ട് ഉണ്ടായിരിക്കും. കണ്ട 2 ഭാഗങ്ങൾ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡിൽ ഉണ്ടായിരിക്കും. ഒരു ഭാഗം പോസിറ്റീവ് ആയിരിക്കും, ഒരു ഭാഗം ഏതായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. എന്താണ്? പ്രിന്റഡ് സർക്യൂട്ട് ബോർഡിൽ 2 പാർട്ട് ഉണ്ടായിരിക്കും. ഓക്കെ, പ്രിന്റഡ് സർക്യൂട്ട് ബോർഡിന്റെ ഇവിടെ 2 പാർട്ട് ഉണ്ടായിരിക്കും. ഒരു ഭാഗം പോസിറ്റീവ് എന്നുണ്ടാവും, ഒരു ഭാഗം എന്തുണ്ടാവും? നെഗറ്റീവ് എന്നുണ്ടാവും. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. നിങ്ങളൊരു LED ഒന്ന് കഷ്ണം മുറിച്ച് ഒന്ന് പാർട്സ് ആക്കിയിട്ട് നോക്കുക. അപ്പോൾ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡിന് 2 ഭാഗം ഉണ്ടാവും. ഇവിടെ പോസിറ്റീവ് എന്നുണ്ട്, ഇവിടെ എന്തുണ്ട്? നെഗറ്റീവ് എന്നുണ്ട്. ഓക്കെ അല്ലേ? നമ്മൾ പറഞ്ഞു പവർ സപ്ലൈ ബോർഡിന്റെ ഔട്ട്പുട്ടിൽ നിന്ന് പ്രിന്റഡ് സർക്യൂട്ട് ബോർഡിലേക്ക് എന്തെത്തണം? കറണ്ട് എത്തണം അല്ലേ? ഔട്ട്പുട്ടിൽ 2 വയേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. ഏതൊക്കെയുണ്ട്? റെഡ് വയറും ഉണ്ട്, ബ്ലാക്ക് വയറും ഉണ്ട്. ഓക്കെ അല്ലേ? പവർ സപ്ലൈ ബോർഡിലെ ഔട്ട്പുട്ടിലെ റെഡ് വയറിനെ, ചുവന്ന വയറിനെ ഇതിൽ എന്തുമായിട്ട് ബന്ധിപ്പിക്കണം? പ്രിന്റഡ് സർക്യൂട്ട് ബോർഡിലെ പോസിറ്റീവുമായിട്ട് ബന്ധിപ്പിക്കണം. ബ്ലാക്ക് വയർ എന്തുമായിട്ട് ബന്ധിപ്പിക്കണം? പ്രിന്റഡ് സർക്യൂട്ട് ബോർഡിലെ നെഗറ്റീവുമായിട്ടും ബന്ധിപ്പിക്കണം. അപ്പൊ എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ്? പവർ സപ്ലൈ ബോർഡിലെ ഔട്ട്പുട്ടിലെ ചുവപ്പ് വയർ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡിലെ പോസിറ്റീവുമായിട്ടും കറുപ്പ് വയർ നെഗറ്റീവുമായിട്ടും ബന്ധിപ്പിക്കുക. അങ്ങനെ തന്നെ ബന്ധിപ്പിക്കണം, അല്ലെങ്കിൽ പിന്നെ അത് എന്ത് ചെയ്യില്ല? വർക്ക് ചെയ്യില്ല. അപ്പൊ എന്താണ് തേർഡ് സ്റ്റെപ്പ്? കണക്ട്സ്
the output red wire to the positive terminal of printed circuit board and black wire to the negative terminal. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ആക്ച്വലി ഈ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് ബേസ് പ്ലേറ്റ് മേൽ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ഫിക്സ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡിനെ ഈ ബേസ് യൂണിറ്റിൽ നമുക്ക് എന്ത് ചെയ്യണം? ഫിക്സ് ചെയ്യണം. അത് നമ്മൾ ഉപയോഗിക്കുന്നതിന് ബാക്കിൽ തേക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഗമ്മ് പക്ഷേ വിളിക്കുന്ന പേരാണ് ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട്. എന്താ വിളിക്കുക? ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട്. അപ്പോൾ എന്തായിരിക്കും നെക്സ്റ്റ് സ്റ്റെപ്പ്? പ്രിന്റഡ് സർക്യൂട്ട് ബോർഡിനെ ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട് ഉപയോഗിച്ച് ബേസ് പ്ലേറ്റിൽ ഉറപ്പിക്കുക. ഫിഫ്ത്ത് സ്റ്റെപ്പ്. ഓക്കെ അല്ലേ? ഫിക്സ് ദ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് ടു ദ ബേസ് പ്ലേറ്റ് യൂസിങ് ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട്. ദാറ്റ് ഈസ് ദ ഫിഫ്ത്ത് സ്റ്റെപ്പ്. എന്ത് ചെയ്യണം? ഡിഫ്യൂസർ കപ്പ് വരണം. അപ്പോൾ എന്ത് ചെയ്യുക? ഇതിനെ ഡിഫ്യൂസർ കപ്പ് ഉപയോഗിച്ച് അമർത്തി അടക്കുക. നമ്മളിതിനെ ഡിഫ്യൂസർ കപ്പ് ഉപയോഗിച്ച് അമർത്തി അടയ്ക്കുക. കവർ ദ LED ലാമ്പ് യൂസിങ് ഡിഫ്യൂസർ കപ്പ്. ഓക്കെ, അപ്പോൾ ഡിഫ്യൂസർ കപ്പ് ഉപയോഗിച്ച് എന്ത് LED ലാമ്പിനെ കവർ ചെയ്യാം. അതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. ഇതോടുകൂടി നമുക്ക് എന്തായിട്ട് മാറി? LED ആയിട്ട് മാറി. ഓക്കെ, ഇനി ഇത് കൊണ്ടുപോയിട്ട് നമ്മൾ ഹോൾഡറിൽ കണക്ട് ചെയ്ത് സ്വിച്ച് ഓൺ ചെയ്താൽ ഈ LED ലാമ്പ് എന്ത് ചെയ്യും? വർക്ക് ചെയ്യും. ദിസ് ഈസ് ദ മേക്കിംഗ് ഓഫ് LED ലാമ്പ്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് നിർമ്മിക്കുക? LED ലാമ്പ് നിർമ്മിക്കുക. ഓരോ സ്റ്റെപ്പായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? ബേസ് യൂണിറ്റിനെ ഹീറ്റ് സിങ്കുമായിട്ട് പഞ്ച് ചെയ്ത് ഉറപ്പിക്കുക. ഫിക്സ് ദ ബേസ് യൂണിറ്റ് ഓൺ ഹീറ്റ് സിങ്ക് ബൈ പഞ്ചിങ്. രണ്ടാമത്തെ എന്തായിരുന്നു? പവർ സപ്ലൈ ബോർഡിലേക്ക് പൊടിപടലങ്ങൾ കയറാതിരിക്കാൻ അതിനു മുകളിൽ ഇൻസുലേഷൻ ചുറ്റുക. കവർ ദ പവർ സപ്ലൈ ബോർഡ് യൂസിങ് ഇൻസുലേഷൻ ടാപ്പ്. എന്ത് വെച്ചിട്ട്? ബൈ അവോയ്ഡിങ് ദ എൻറ്ററിങ് ഓഫ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആൻഡ് മോയ്സ്ചർ കണ്ടന്റ്. ദാറ്റ് ഈസ് ദ സെക്കൻഡ് വൺ അല്ലേ? തേർഡ് വൺ എന്താണ്? പ്രിന്റഡ് പവർ സപ്ലൈ ബോർഡിന്റെ ഇൻപുട്ട് വയറുകളെ ബാക്ക് കണ്ടക്ടർ സ്ക്രൂകൾ ഉപയോഗിച്ച് ബേസ് യൂണിറ്റുമായി ബന്ധിപ്പിക്കുക അല്ലേ? കണക്ട് ദ പവർ സപ്ലൈ ബോർഡ് ടു ബേസ് യൂണിറ്റ് ബൈ യൂസിങ് ബാക്ക് കണ്ടക്ടർ സ്ക്രൂസ്. നാലാമത്തെ എന്താ? പവർ സപ്ലൈ ബോർഡിന്റെ ഔട്ട്പുട്ടിലെ ചുവപ്പ് വയറിനെ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡിലെ പോസിറ്റീവുമായിട്ടും ബ്ലാക്ക് വയറിനെ കറുപ്പ് വയറിനെ നെഗറ്റീവുമായിട്ടും ബന്ധിപ്പിക്കുക. കണക്ട് ദ റെഡ് ഔട്ട്പുട്ട് വയർ ഓഫ് പവർ സപ്ലൈ ബോർഡ് ടു ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് ആൻഡ് ബ്ലാക്ക് ടു ദ നെഗറ്റീവ് ടെർമിനൽ. നെക്സ്റ്റ് എന്താ? നമ്മുടെ ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട് ഉപയോഗിച്ച് പ്രിന്റഡ് സർക്യൂട്ട് ബോർഡിനെ ബേസ് പ്ലേറ്റിൽ ഉറപ്പിക്കുക. ഫിക്സ് ദ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് ടു ദ ബേസ് പ്ലേറ്റ് ബൈ യൂസിങ് ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട്. ദെൻ ലാസ്റ്റ് വൺ ഈസ് എന്താണ്? കവർ ദ LED ലാമ്പ് യൂസിങ് ഡിഫ്യൂസർ കപ്പ്. ഡിഫ്യൂസർ കപ്പ് ഉപയോഗിച്ച് അമർത്തി അടക്കുക. ഇതാണ് ആറാമത്തെ സ്റ്റെപ്പ്. ഇതോടുകൂടി നമുക്ക് എന്തായിട്ട് മാറി? ഇതൊരു LED ലാമ്പായിട്ട് മാറി. ഇതാണ് LED ലാമ്പിൻ്റെ വർക്കിംഗ്. ഓക്കെ അല്ലേ? വർക്കിംഗ് അല്ല, LED ലാമ്പിൻ്റെ മേക്കിംഗ്, LED ലാമ്പ് ഉണ്ടാക്കുന്ന രീതി. ഈ ഓരോ സ്റ്റെപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഭാഗമാണ്. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന LED ലാമ്പിൻ്റെ ഡാമേജസ് ആണ്. LED ലാമ്പിന് രണ്ട് ഡാമേജസ് ആണ് ഉണ്ടാവുക, രണ്ട് പ്രശ്നങ്ങളാണ് ഉണ്ടാവുക. LED ലാമ്പുകൾ കേടുവരിക എന്ന് പറഞ്ഞാൽ രണ്ട് പ്രശ്നങ്ങൾ കൊണ്ടാണ് കേടുവരാനുള്ള ചാൻസ് ഉള്ളത്. അപ്പോൾ അതെന്താണെന്നുള്ളത് നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? നമ്മൾ എന്ത് പറഞ്ഞു? നമ്മളെ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡിലാണ് ആരെ ബന്ധിപ്പിച്ചിട്ടുള്ളത്? LED ലാമ്പുകളെ, LED ചിപ്പുകളെ ബന്ധിപ്പിച്ചിട്ടുള്ളത് അല്ലേ? ഈ ഓരോ ചിപ്പുകളെയും നമ്മൾ ബന്ധിപ്പിച്ചിട്ടുള്ളത് ശ്രേണി രീതിയിലാണ്, സീരീസ് ആയിട്ടാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു LED ചിപ്പ് കേട് വന്നാൽ തന്നെ പിന്നെ ഈ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് എന്ത് ചെയ്യില്ല? വർക്ക് ചെയ്യില്ല. അതാണ് ഒന്നാമത്തെ പ്രശ്നം. 16 LEDs ഇതിലുണ്ട് നമ്മൾ പറഞ്ഞു. ഇതിൽ ഏതെങ്കിലും ഒരു LED ലാമ്പ് കേട് വന്നാൽ പിന്നെ അത് എന്ത് ചെയ്യില്ല? വർക്ക് ചെയ്യില്ല. അതാണ് ഒന്നാമത്തെ പ്രോബ്ലം. നമ്മൾ LEDസിനെ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു LED ലാമ്പ് ഡാമേജ് ആയാൽ പിന്നെ എന്ത് ചെയ്യില്ല? ഇതിലെ ഒരു LEDസും എന്ത് ചെയ്യില്ല? വർക്ക് ചെയ്യില്ല. അതാണ് ഒന്നാമത്തെ ഡാമേജ്. രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ ഇതാണ് ഇതിലെ മെയിൻ പാർട്ട് അല്ലേ? പവർ സപ്ലൈ ബോർഡിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. ലോഡ് റെസിസ്റ്റർ ഉണ്ട്, ഫിൽറ്റർ കപ്പാസിറ്റർ ഉണ്ട്, ഇൻഡക്റ്റേഴ്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ എന്തിലുണ്ട്? നമ്മളെ പവർ സപ്ലൈ ബോർഡിലുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു വസ്തു കേട് വന്നാൽ, ലോഡ് റെസിസ്റ്ററോ ഫിൽറ്റർ കപ്പാസിറ്ററോ അല്ലെങ്കിൽ നമ്മുടെ ഇൻഡക്ടറോ ഏതെങ്കിലും ഒന്ന് കേട് വന്നാലും എന്ത് വർക്ക് ചെയ്യൂല?
LED ലാമ്പ് വർക്ക് ചെയ്യില്ല. ഇതാണ് എന്തിനുണ്ടാകുന്ന മെയിൻ പ്രോബ്ലംസ്, LED ലാമ്പിനുണ്ടാകുന്ന ഡാമേജസ്, LED ലാമ്പിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഇതെങ്ങനെ നമ്മളിത് ഓവർകം ചെയ്യുക? ഏത് ഭാഗമാണോ കേട് വന്നത് എന്ന് നോക്കുക, അതെന്ത് ചെയ്യുക, മാറ്റിയിട്ട് പുതിയത് കണക്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ ഏത് ചിപ്പാണോ കേട് വന്ന് നോക്കുക, ചിപ്പ് മാറ്റിയിട്ട് എന്ത് ചെയ്യുക, പുതിയ ചിപ്പ് വെക്കുക, എന്നിട്ട് അഗൈൻ വർക്ക് ചെയ്യും. ഇതിൽ ഏതാണോ കേട് വന്ന് നോക്കുക, ഈ പവർ സപ്ലൈ ബോർഡ് മാറിയിട്ട് പുതിയ പവർ സപ്ലൈ ബോർഡ് വാങ്ങുക, എന്നിട്ട് കണക്ട് ചെയ്യുക. സോ അഗൈൻ എന്ത് വർക്ക് ചെയ്യും, LED ലാമ്പ് വർക്ക് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ LED ലാമ്പിനെ നന്നാക്കുക. ഇത്രയാണ് നമ്മൾ എന്തിലുള്ളത്, ഒന്നാമത്തെ ചാപ്റ്ററിലുള്ളത്. ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു പാർട്ടാണ് LED മെയിൻ പാർട്സ്, പ്രധാന ഭാഗങ്ങൾ. അത് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. ഏതെല്ലാമാണ് പ്രധാന ഭാഗങ്ങളെന്നും അതിൻ്റെ ഉപയോഗങ്ങളും യൂസസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.